കറുത്ത താടിയും വെളുത്ത താടിയും. സലീമും വസ്ത്രവ്യാപാരിയായ ബാദുഷയും സുഹൃത്തുക്കളായിരുന്നു. അവർ സമപ്രായക്കാരായിരുന്നുവെങ്കിലും സലീമിൻ്റെ താടി മിക്കവാറും നരച്ചു പോയിരുന്നു. നിന്റെ താടിയിൽ ഒരു രോമം പോലും നരച്ചിട്ടില്ലല്ലോ, എന്താണിതിൻ്റെ രഹസ്യം? എനിക്കും കൂടി ഒന്ന് പറഞ്ഞുതാ. ഒരിക്കൽ സലീം ബാദുഷയോട് ചോദിച്ചു. താൻ എന്നോടൊപ്പം എൻ്റെ വീട്ടിൽ വാ, ഞാൻ കാണിച്ചു തരാം. ബാദുഷ സലീമിനെയും കൂട്ടി തൻ്റെ വീട്ടിൽ ചെന്നു. അവരെ കണ്ട് ബാദുഷയുടെ ഭാര്യ ഇറങ്ങി വന്നു. ഇതെൻ്റെ സുഹൃത്ത് സലീം, ബാദുഷ പരിചയപ്പെടുത്തി. നമസ്കാരം. ഭാര്യ അയാളെ ഉപചാരപൂർവ്വം സ്വീകരിച്ചിരുത്തി. ഇന്നലെ ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന തണ്ണിമത്തനിൽ നിന്ന് ഏറ്റവും നല്ലത് ഇങ്ങെടുത്തിട്ട് വാ, ബാദുഷ ഭാര്യയോട് പറഞ്ഞു. അത് കേട്ട് ഭാര്യ വല്ലാതെയായി. പക്ഷേ അവർ അത് പുറത്തു കാണിച്ചില്ല. ഒന്നും മിണ്ടാതെ അടുക്കളയിലേക്ക് ചെന്നു. കഴിഞ്ഞ ദിവസം ബാദുഷ ഒരു തണ്ണിമത്തൻ മാത്രമേ വാങ്ങിക്കൊണ്ടുവന്നിരുന്നുള്ളൂ. അതല്ലാതെ മറ്റൊരു തണ്ണിമത്തൻ അവിടെ ഉണ്ടായിരുന്നുമില്ല. ഇനി ഭർത്താവിന് തെറ്റിയതാണോ? ചിലപ്പോൾ ആയിക്കൂടെന്നുമില്ല. അവർ സ്വീകരണ മുറിയിലേക്ക് തണ്ണിമത്തനുമായി ചെന്നു. ഇത് ചെറുതല്ലേ, ആ വലുതിങ്ങെടുക്ക്, ബാദുഷ പറഞ്ഞു. ബാദുഷയുടെ ഭാര്യ ആകെ ആശയക്കുഴപ്പത്തിലായി. ഇനി താൻ കാണാതെ മറ്റെവിടെയെങ്കിലും വലിയ തണ്ണിമത്തൻ ഇരിപ്പുണ്ടാകുമോ? അവർ അടുക്കളയിൽ വെച്ചിരുന്ന കുട്ട മുഴുവനും തുറന്നു നോക്കി. അതിലെങ്ങും വേറെ തണ്ണിമത്തൻ ഉണ്ടായിരുന്നില്ല. അവർക്കാകെ ആശങ്കയായി. സലീം തൻ്റെ ഭർത്താവിനെ കുറിച്ച് എന്തു കരുതും? മോശം തന്നെ. പക്ഷേ വേറെ തണ്ണിമത്തൻ ഇല്ലാത്ത സ്ഥിതിക്ക് ഇത് തന്നെ കൊണ്ടുകൊടുക്കാം. അവർ വീണ്ടും പഴയ തണ്ണിമത്തനുമായി ഭർത്താവിൻ്റെ അരികെ ചെന്നു. കഷ്ടം തന്നെ, നിനക്ക് തെറ്റുപറ്റി. ഇതിനേക്കാൾ വലുത് വേറെയുണ്ട്. ഒരുപക്ഷേ നമ്മൾ അതെടുത്ത് തട്ടിന് പുറത്ത് വച്ചിട്ടുണ്ടാകും, ബാദുഷ പറഞ്ഞു. അവർ അടുക്കളയിൽ ചെന്ന് ഏണിയെടുത്ത് ചാരി തട്ടിൻ പുറത്ത് കയറി നോക്കി. ഇനി താൻ അറിയാതെ ഭർത്താവ് അവിടെ എങ്ങാനും തണ്ണിമത്തൻ സൂക്ഷിച്ചു വച്ചിരിക്കുമെന്ന് അവർ കരുതി. പക്ഷേ അവിടെ എങ്ങും ഒന്നും ഉണ്ടായിരുന്നില്ല. കൂട്ടുകാരൻ്റെ മുന്നിൽ തൻ്റെ ഭർത്താവ് അപഹാസ്യനാകുമെന്ന് അവർ ഭയന്നു. അതുകൊണ്ട് പഴയ തണ്ണിമത്തൻ തന്നെ ഒരിക്കൽ കൂടി കൊണ്ടുചെന്ന് കൊടുക്കാമെന്ന് അവർ തീരുമാനിച്ചു. അവർ തണ്ണിമത്തനുമായി സ്വീകരണ മുറിയിൽ ചെന്നതും ബാദുഷ ചാടി എഴുന്നേറ്റു. ഇത് തന്നെ ഞാൻ പറഞ്ഞത്. വരൂ സലീം, ഇഷ്ടം പോലെ കഴിച്ച് ക്ഷീണം മാറ്റൂ. സലീം യാത്ര പറഞ്ഞിറങ്ങാൻ നേരം ബാദുഷ പറഞ്ഞു. സലീം, എനിക്ക് തൻ്റെ വീടൊന്ന് സന്ദർശിക്കണം. തൻ്റെ ഭാര്യയെയും മക്കളെയും ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. അതിനെന്താ, വരാമല്ലോ. സലീം ബാദുഷയുമായി വീട്ടിൽ ചെന്നു. ഭാര്യയാണ് വാതിൽ തുറന്നത്. തൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഒരു അതിഥിയുണ്ടെന്ന ചിന്ത പോലുമില്ലാതെ അവർ സലീമിനെ വഴക്കു പറയാൻ തുടങ്ങി. എവിടെ പോയി കിടക്കുകയായിരുന്നു ഇത്ര നേരം? ഇവിടുത്തെ കാര്യം വല്ലതും നിങ്ങൾക്കറിയണോ? ഞാനൊരുത്തിയുണ്ടല്ലോ കഷ്ടപ്പെടാൻ. സലീം ആകെ വിഷണ്ണനായി. നോക്കൂ, നമുക്കിന്നൊരു അതിഥിയുണ്ട്. എൻ്റെ കൂട്ടുകാരനാണ്. അതിന് ഞാനെന്തു വേണം? എനിക്കാരെയും സൽക്കരിക്കാൻ സമയമില്ല. എന്നെ മെനക്കെടുത്താതെ മറ്റെങ്ങോട്ടെങ്കിലും കൊണ്ടുപോകും. സലീമിൻ്റെ ഭാര്യ വാതിൽ കൊട്ടിയടച്ചു. സലീം നിരാശയോടെ ബാദുഷയുടെ മുഖത്തേക്ക് നോക്കി. നിങ്ങളുടെ താടി നരക്കാത്തതിൻ്റെയും എൻ്റെ താടി നരച്ചതിൻ്റെയും കാരണം ഇപ്പോൾ എനിക്ക് മനസ്സിലായി, സലീം പറഞ്ഞു.